നമസ്കാരം, ശ്രീജിത്താണ്. കുറച്ച് ദിവസം മുന്നേ വരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ അല്ലേ. ഡിസ്കഷൻസൊക്കെ കൊണ്ടുപോയിരുന്നൊരു സിറ്റുവേഷൻസ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ മൂപ്പര് എന്താ പറയുക, ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷനിലായിരുന്നു. ആ ഒരു രീതിയിലാണ് എല്ലാ തെളിവുകളൊക്കെ നിരത്തി അമ്മമാരുടെ വരവും ഒരുപാട് കാര്യങ്ങളതിൽ CP ഷിയാബിൻ്റെ വരവ്, സീക്രട്ട് ഏജൻറ്റ് ബാക്കിയുള്ളവർ അതെടുത്ത് വീഡിയോ ചെയ്യുന്നു, നമ്മളത് കണ്ട് റിയാക്ട് ചെയ്യുന്നു. ഇതുപോലെ സംഗതികളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച ഏകദേശം ഗോപിനാഥ് മുതുകാട് തീർന്നു. കാരണം മൂപ്പരും പുറത്തേക്ക് വരുന്നില്ല, ആരും മൂപ്പരുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ എക്സ്പ്ലനേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്നുള്ള ചാനലിലൂടെ ഫാസിൽ ബഷീർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നേരെ തിരിച്ചടിക്കുന്ന രീതിയിലായി പോയി. പിന്നെ മൂപ്പരും കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഒരു ന്യൂസ് കണ്ടത്. ഓക്കെ, ആരോപണങ്ങളിൽ തളരാതെ ഗോപിനാഥ് മുതുകാട്, കൈത്താങ്ങായി MA യൂസഫ് അലി ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിന് 1 കോടി രൂപ കൈമാറി. ഈ ഒരു കോടി രൂപ യൂസഫ് അലി സാർ കൈമാറുന്നുള്ള ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുള്ളി കാസർഗോഡുള്ള ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പുതിയൊരു സെൻറ്റർ എത്തിയത്. അതിൻ്റെ ഒരു ലോഗോ പ്രകാശനത്തിൽ വന്ന സമയത്ത് പുള്ളി പറഞ്ഞു 1 കോടി രൂപ, ഇനി പുള്ളിക്ക് എന്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും 1 കോടി രൂപ ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിന് കൊടുക്കാമെന്നുള്ളൊരു പ്രഖ്യാപനം ത്രോട്ട് വളരെ മോശമായി കിടക്കട്ടോ, പ്രഖ്യാപനം യൂസഫ് അലി സാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഗതി റിലേറ്റഡ് ആയിട്ട് പിന്നെ എല്ലാവരും ഒരുപാട് സ്പെക്കുലേഷൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല, കാരണം വെച്ചാൽ മുതുകാടിനെ കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല, പുള്ളി ഇനി 1 കോടി ഒരു വർഷം കൈമാറാൻ ചാൻസസ് ഇല്ല, അതുകൂടി ഗോപിനാഥ് മുതുകാട് തീർന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിനിടയ്ക്കാണ് നിങ്ങൾ ഗോപിനാഥ് മുതുകാടിൻ്റെ ടോപ്പിക്സ് അല്ലെങ്കിൽ പുള്ളിയുടെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ ഈ 60 ദിവസം, ഇനിയിപ്പോൾ 60 ദിവസം കഴിയുന്ന സമയത്ത്, 56-57 ദിവസം കഴിയുന്ന സമയത്ത് പുള്ളിക്ക് ഷഷ്ടി പൂർത്തിയാവുകയാണ്. ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ 60 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡെയിലി ഓരോ പഴയ മോട്ടിവേഷൻ വീഡിയോ, അതായത് BGM ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മോട്ടിവേഷൻ വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി, എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിനടിയിൽ വന്ന കമൻസ് ഇനിയിപ്പോൾ മോഡറേറ്റഡ് ആണോ എന്നുള്ള അറിയില്ല, അതായത് എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണോ എന്നറിയില്ല, ഡിലീറ്റ് ചെയ്യുന്നുണ്ടോയെന്നും അറിയില്ല. കുറച്ചൊക്കെ മാത്രമേ അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടുള്ളൂ. ബാക്കി ഒരുപാട് കമൻറ്റ്സ് കംപ്ലീറ്റ് ഇതിൻ്റെ അടിയിൽ ഫുള്ള് പോസിറ്റീവാണ്. സാർ ഇതുപോലുള്ള വീഡിയോസ് ഇടണം, സാറിന് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ആ ഒരു ടോണ് കംപ്ലീറ്റ്. അതായത് ഇതുവരെ സുനിതാ ദേവദാസ് തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് അമ്മമാർ കുട്ടികളൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള, ഈ കുട്ടികളുടെ അമ്മമാരൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒന്നൊരു കാര്യത്തിലല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ വീഡിയോസ്. പുള്ളി വളരെ മോട്ടിവേറ്റീവ് കാര്യങ്ങൾ, ഇതൊന്നും ഇങ്ങനെ ഒരു സംഗതിയെ ലോകത്തന്നെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വല്ലതും പറയുമെന്നുള്ളതറിയില്ല. മൂപ്പര ലൈഫിലേക്കും അങ്ങനെ ഒരു സംഗതി തന്നെ നടന്നിട്ടില്ല എന്നുള്ള കണ്ടീഷനിലാണ് മൂപ്പരെ പോക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു ന്യൂസ്. ഓക്കെ, ഭിന്നശേഷി പുനരധിവാസത്തിനായി കൈകോർത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച തുടർ ധനസഹായ വിതരണത്തിന് തുടക്കമായി. മാജിക് പ്ലാനറ്റിലെ ഫാന്റാസിയ തിയേറ്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടിന് തുക കൈമാറി. ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ അനൂപ് വർഗീസ് എന്ന ആൾക്കാരൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ സന്നിഹിതരായിരുന്നു. ഓക്കെ, 250ഓളം ഭിന്നശേഷി കുട്ടികളാണ് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിൽ പരിശീലനം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് പറയുന്നത്. ഇപ്പോൾ ലഭിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് കുട്ടികൾക്ക് വേണ്ടി ഉടൻ ബസ് വാങ്ങുമെന്ന് ഗോപിനാഥ് മുതുകാട് അറിയിച്ചു. ബാക്കി തുക കൊണ്ടുള്ള കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് ഈ മാസം ഉയർത്തും. സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്ന ആരോപണങ്ങൾ കാര്യമാക്കുന്നില്ല, കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മുതുകാട് വിശദീകരിച്ചു. രാജ്യത്ത് ജുഡീഷ്യറിയിലും സർക്കാരിലുമാണ് വിശ്വാസമെന്നും സെൻറ്ററിന് നൽകുമെന്ന യൂസഫ് അലി പ്രഖ്യാപിച്ച സഹായ വിതരണം തുടരുമെന്നും ലുലു ഗ്രൂപ്പും അറിയിച്ചു എന്നുള്ളൊരു ന്യൂസാണ് നമുക്കിപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസിൽ ഞാൻ വായിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ന്യൂസ് എടുക്കാനുള്ള കാരണം എന്താ അറിയോ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ മുതുകാടിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള പല സൈഡിൽ നിന്നും, അതായത് മീഡിയ കംപ്ലീറ്റ് ആയിട്ട്, സോഷ്യൽ മീഡിയ എസ്പെഷ്യലി CP ഷിയാബ് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, ഈ അമ്മമാർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ ഭയങ്കര. അതിനിടയ്ക്ക് ഫാസിൽ ബഷീർ വന്നിട്ട് സംസാരിച്ച സമയത്ത് ഒരു ഓപ്പൺ ചലഞ്ച് വരെ വെച്ചു. ഈ ചലഞ്ച് പോലും എവിടെയും എത്തിയിട്ടില്ല. ഈ ചലഞ്ചല്ല, ഇതുപോലുള്ള ആരോപണങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല. ആ ചലഞ്ചിനെ കുറിച്ച് യാതൊരു വിഷയമില്ല. ഇത് ഉന്നയിച്ച ആൾക്കാരും ഉന്നയിക്കപ്പെട്ട ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നവരൊക്കെ ഇപ്പോൾ എല്ലാവരും പല വഴിക്ക് പുതിയ കോണ്ടൻറ്റുകൾ തേടി യാത്രയായി. അത്ര മാത്രമേ ഉള്ളൂ. കാരണം സോഷ്യൽ മീഡിയയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോണ്ടൻറ്റ് മാത്രമായിട്ട് ഇത് മാറി. അതിനോട് ഈ 60 ദിവസം, എനിക്ക് എൻ്റെ ഒരു തോന്നൽ പ്രകാരം ഈ 60 ദിവസം കഴിയുന്നതോടുകൂടി മുതുകാട് പഴയതിനേക്കാളും ഒന്നും കൂടി പവർഫുൾ ആയിട്ടുള്ള രൂപത്തിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. കാരണം അതുപോലെയാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനും ട്രെൻഡും കാര്യങ്ങളൊക്കെ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.